നമസ്കാരം, എല്ലാവർക്കും മാജിക് വിത്ത് ശ്രീയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് മാർച്ച് 31 ഈസ്റ്റർ ആണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ വിഷയമാണ്. അപ്പോൾ ഇന്ന് ഈസ്റ്റർ ആയിട്ട് ഉച്ചയ്ക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയേക്കാണ്. അപ്പോൾ ഓട്ടോയിലാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ദൂരത്തേക്കൊന്നല്ല കേട്ടോ പോകുന്നത്, ഇവിടെ അടുത്ത് തന്നെയാണ്, ഗുരുവായൂർക്കാണ് പോകുന്നത് കേട്ടോ. ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് പോകുന്നതാണ്, തൊഴാനൊന്നായിട്ടല്ല കേട്ടോ. ഉച്ച സമയമാണ്. അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് കറക്റ്റ് ഒരു 3 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ ഗുരുവായൂർക്ക്. നമ്മളിപ്പോൾ ഗുരുവായൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. ഗുരുവായൂർ ഇത് തെക്കേ നടയാണ് കേട്ടോ, അതായത് കേശവനൊക്കെ നിൽക്കണില്ലേ, മരപ്രഭുക്കെ ഉള്ള ആ ഒരു നടയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഉച്ചത്തെ ഫുഡ് എന്ന് പറയുന്നത് 2 സെക്ഷനായിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് സദ്യ കഴിക്കാനായിരുന്നു ആഗ്രഹം, കുട്ടികൾക്ക് നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാനായിട്ടാ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ പുതിയതായിട്ട് ഗുരുവായൂർ ഓപ്പണിംഗ് ആയിട്ടുള്ള പഴയിടം റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നേക്കുന്നത് കേട്ടോ. കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ഗുരുവായൂർ തെക്കേ നടയിലെ ശ്രീവത്സം ഗസ്റ്റ് ഹൗസിൻ്റെ തൊട്ട് തന്നെ പാഞ്ചജന്യം ഗസ്റ്റ് ഹൗസ് ഉണ്ട്. പാഞ്ചജന്യം ഗസ്റ്റ് ഹൗസിൻ്റെ തൊട്ടപ്പുറത്താണ്, അതായത് പാഞ്ചജന്യത്തിൻ്റെ ഉള്ളിലെ ഗേറ്റ് കടന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്കാണ് ഈ ഒരു പഴയിടം രുചി എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റ് കേട്ടോ. അപ്പം ഞങ്ങൾ ചെന്നത് കറക്റ്റ് ലഞ്ചിൻ്റെ സമയം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഒരു 2-3 മിനിറ്റൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ ആദ്യമേ നമ്മൾ ടോക്കൺ എടുത്തിട്ടാണ് ഊണ് കഴിക്കാനായിട്ട് കയറേണ്ടത്. പിന്നെ ഈ ഒരു സമയത്ത് എന്ന് പറയുന്നത് ലഞ്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ 4 o'clock ശേഷമാണ് ബാക്കിയുള്ള ഫുഡ്സ് അവൈലബിൾ ആണെന്ന് അറിയാൻ കഴിഞ്ഞത് കേട്ടോ. അങ്ങനെ നമുക്ക് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. സീറ്റ് നമ്മൾ ഇരുന്നു കേട്ടോ. അതിൽ ഇപ്പോൾ ഓരോന്നായിട്ട് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. മാങ്ങച്ചാറാണ് കേട്ടോ ആദ്യം വിളമ്പിയത്. മാങ്ങച്ചാറ്, കാബേജ് ഉപ്പേരിയാണ്, അതുപോലെ തന്നെ അവിയൽ, പിന്നെ വിളമ്പിയത് പൈനാപ്പിൾ പച്ചടി, ഇഞ്ചിക്കറിയാണ് കേട്ടോ. പിന്നെ ഒരു വടുകപ്പുളി അച്ചാറുണ്ടായിരുന്നു. പിന്നെ എന്തോ ഒരു എരിശ്ശേരി പോലെ ഉണ്ടായിരുന്നു, അതുതന്നെയാണോന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല കേട്ടോ. പിന്നെ സാമ്പാറും പപ്പടവും ആയിരുന്നു. അങ്ങനെ ഇലയിൽ വിളമ്പിയ കറികൾ എന്ന് പറയുന്നത് 8 കൂട്ടം കറികളാണ് കേട്ടോ. കറികളിൽ 2 ഇത് അച്ചാറാണ് കേട്ടോ. ഒന്ന് മാങ്ങച്ചാറും ഒന്ന് വടുകപ്പുളി അച്ചാറായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇനി പോവാണ്. പിന്നെ പാത്രത്തിൽ ഇങ്ങനെ അതുപോലെ രസം, പുളിശ്ശേരി, അതുപോലെ തന്നെ മോര് അതും ഉണ്ടായിരുന്നു കേട്ടോ. അതിപ്പോൾ ഓരോ ടേബിളിലും അങ്ങനെ വെച്ചിരിക്കുകയാണ് അവർ ആവശ്യത്തിനെടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ രസത്തിലൊക്കെ ഇത്തിരി എരിവ് കൂടുതലുള്ള പോലെ തോന്നിയിട്ടാണ്. പിന്നെ എന്ന് പറയണത് ഇത് തൃശ്ശൂർ സ്റ്റൈലുള്ള ഫുഡല്ല എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അതുപോലെ തന്നെ ചില കറികളൊന്നും എനിക്ക് വലിയ കാര്യത്തിൽ ഇഷ്ടമായില്ല, ചില കറികളൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി വന്നത് പായസമാണ് കേട്ടോ. പായസം പാലടയായിരുന്നു. പാലട പക്ക, നമുക്കൊരു രക്ഷയില്ലാത്ത പാലട എന്ന് പറയില്ല, അത്രയ്ക്ക് രുചിയുള്ളൊരു പാലട പായസമായിരുന്നു കേട്ടോ. പിന്നെ പല കറികളും ടേസ്റ്റ് ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ ചിലർക്ക് ചില രുചികൾ ഇഷ്ടമില്ലായ്ക ഉണ്ടാവുമല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. പക്ഷേ എല്ലാത്തിനെയും നമുക്ക് വെല്ലാനായിട്ട് ലാസ്റ്റ് കിട്ടിയ പായസം എന്ന് പറയുന്നത് നല്ല അടിപൊളിയൊരു പായസം തന്നെയായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് പായസം എക്സ്ട്രാ നമ്മൾ വെറുതെ ചോദിച്ചതാണ് കിട്ടുമോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്, പക്ഷേ നമുക്ക് എല്ലാവർക്കും പായസം തന്നായിരുന്നു കേട്ടോ. പായസം മാത്രമല്ല കേട്ടോ, നമുക്ക് കറികൾ എക്സ്ട്രാ വേണമെങ്കിലും അവർ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കറികളൊന്നും എക്സ്ട്രാ വാങ്ങിച്ചില്ല, പായസമാണ് എക്സ്ട്രാ കിട്ടുമോ എന്ന് ചോദിച്ചത്. പക്ഷേ എക്സ്ട്രാ കിട്ടിയ പായസം ഞാനല്ല കേട്ടോ, ഞങ്ങൾ എല്ലാവരും പായസം കൂട്ടിയിട്ട് ചേച്ചിയാണ് കഴിച്ചു തീർത്തത് കേട്ടോ. പായസം ഇനി ആരും വേറെ ചോദിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒറ്റയടിക്ക് അവളെ ഇരുന്ന് കുടിക്കുകയാണ് കേട്ടോ. അങ്ങനെ പായസം കൂടിയൊക്കെ കഴിഞ്ഞു, ഇനി എണീക്കാൻ പോവാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി ചട്നി പൗഡർ നോക്കാൻ വേണ്ടി നിന്നതാണ് കേട്ടോ. ചട്നി പൗഡർ ഉണ്ട്, തേങ്ങ ചേർത്ത ചട്നി പൗഡർ, അതുപോലെ തേങ്ങ ചേർക്കാത്തത്. പിന്നെ അച്ചാറുകളുണ്ടായിരുന്നു, പുളിഞ്ചി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സാമ്പാർ പൊടി, അവരുടെ തന്നെ സാമ്പാർ പൊടി കേട്ടോ.
അപ്പോൾ നമ്മൾ ചട്നി പൗഡർ മാത്രമാണ് വാങ്ങിച്ചത്. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇതിപ്പോൾ മമ്മിയൂർ ഇന്ദ്രപ്രസ്ഥയിലെ ശ്രീപതിയിലേക്ക് വന്നേക്കാണ് കേട്ടോ. കുട്ടികൾക്ക് നോൺ വെജിറ്റേറിയൻ ഫുഡും മതി എന്ന് പറഞ്ഞിട്ട് അവർക്കത് വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുട്ടികൾക്കുള്ളതൊക്കെ ഓർഡർ കൊടുത്തതിന് ശേഷം നമ്മൾ മമ്മിയൂർ അമ്പലത്തിൻ്റെ അടുത്തേക്ക് വന്നേക്കാണ് കേട്ടോ. ഇത് നന്ദിനി കഫേയാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് പാലും അതുപോലെ തന്നെ തൈരും വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അവിടെ പാലും തൈരും മാത്രമല്ല കേട്ടോ, എല്ലാ ഡയറി പ്രോഡക്ട്സും ഉണ്ട്. അതും നന്ദിനിയിൽ തന്നെ എല്ലാ ഡയറി പ്രോഡക്ട്സും, അതുപോലെ തന്നെ ഐസ്ക്രീംസ്, മസാല ദോശ, പിസ്സ, അങ്ങനത്തെ സ്നാക്സും കൂടിയിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ അവിടെ ഫ്രഷ് ജ്യൂസുകൾ, ഷേക്കുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ചെന്നപ്പോൾ തന്നെ ഒരു ടെൻഡർ കോക്കനട്ടിൻ്റെ ഷേക്കിന് ഓർഡർ കൊടുത്തായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് കുറച്ചുകൂടി നേരം സംസാരിച്ച് ഒക്കെയാണ് പിന്നെ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. എല്ലാവരും കാണണം, കണ്ടിട്ട് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകണം കേട്ടോ. ഒപ്പം തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ.